اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين ആമീൻ. ബഹുമാനികളായ കാരണവന്മാരെ, സഹോദരങ്ങളെ, ഈ പുണ്യമായ ദിനത്തിൽ അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിലെ ഇത്തിക്കാഫിലെ നെയ്യത്തോടുകൂടി നാം ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അള്ളാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യ റമദാനിലെ ശ്രേഷ്ഠമായ ഇബാദത്തുകൾ പരിഗണിക്കപ്പെടുന്ന ആ നിലയിലുള്ള ഒരു ഇബാദത്തായി നമ്മുടെ ഈ ഒത്തുകൂടലും ഈ ക്ഷമയോടുകൂടെ ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ ഖുർആൻ ഹുദയാണ് മനുഷ്യനെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ ആവശ്യമാകുന്നത്. ഹുദയുടെ നേരെ വിരുദ്ധമാണ് ഹവ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ വളരെ മോശമായി നിന്ദ്യമാക്കി പല പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു സ്വഭാവമാണ് ഹവ എന്ന് പറയുന്നത്. ഹവ എന്ന് പറഞ്ഞാൽ തന്നിഷ്ടം, അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാണ് ഹവ എന്ന് പറയാം. അവനവൻ്റെ ഇഷ്ടം നോക്കാത്തതിനാണ് ഹുദ എന്ന് പറയാം. എളുപ്പം മനസ്സിലാക്കാനുള്ള മാർഗ്ഗം അത്. അവനവൻ്റെ ഇഷ്ടം നോക്കി പ്രവർത്തിക്കുന്നവൻ പഴച്ചവനാണ്. അവനവൻ്റെ ഇഷ്ടത്തിന് ഒരു താല്പര്യവും നൽകാതെ അള്ളാൻ്റെയും റസൂലിൻ്റെയും അതുപോലെ നമ്മുടെ ഇമാമുകളുടെയൊക്കെ ഇഷ്ടം ഏതാണോ അതനുസരിച്ച് ജീവിക്കുന്നവൻ ഹുദയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ 5 നേരം ദ്വാരക്കുന്ന നിസ്കാരത്തിലും മറ്റുമായി പ്രാർത്ഥിക്കുന്ന ഏറ്റവും അല്ലാഹു തആല പ്രധാനപ്പെട്ട പ്രാർത്ഥനയായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. മുസ്തഖീമായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ഹിദായത്താക്കണേ, നേർമാർഗത്തിലാക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് അവിടെ നിർത്തിയില്ല. കാരണം ലോകത്തെല്ലാവരും തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൂതന്മാരും, അല്ലേ, സുന്നികളും മുജാഹിദീങ്ങളും ഷിയാക്കളും ഇനി എന്തൊക്കെ ചെയ്താന്മാരുണ്ട്, ഇവര് മുഴുവൻ എന്താ പറയുന്നത്? നേരായ മാർഗം, അല്ലേ? നേർമാർഗം വേണ്ടാന്ന് ലോകത്ത് ആരും പറയില്ല. അപ്പൊ നേരായ മാർഗം ഏത്? സ്വാഭാവികമായി ഇവിടെ ചർച്ച വരും, തർക്കം വരും, ആലോചന വരും. അതിന് അല്ലാഹു തആല ചെയ്തത് എന്താ? ആ നേർമാർഗത്തിന് ചില മൂർത്തികളെ അല്ലാഹു തആല വെച്ചു. അവരെ നിങ്ങൾ പിൻപറ്റിയാൽ മതി, അപ്പൊ ഹിദായത്തിലാകും. അതാ തുടർന്ന് അല്ലാഹ് പറഞ്ഞത്, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരായ മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, അമ്പിയാക്കള്, സ്വാലിഹീങ്ങള്, സജ്ജനങ്ങള്, സമൂഹത്തിൽ പൂർവിക സമുദായങ്ങളിൽ ഏറ്റവും നല്ലവരായി ഗണിക്കപ്പെട്ട മഹാത്മാക്കള്, അവരുടെ മാർഗമാണ് ശരിയായ മാർഗം. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, അല്ലാഹു തആല ദേഷ്യപ്പെട്ട ജൂത ക്രൈസ്തവരുടെ മാർഗമല്ല. വലല്ലാലീൻ, ഹവ കൊണ്ട് പഴച്ചു പോയ ലലാലത്തിലായി പോയ ബിദ്അത്തുകാരുടെ മാർഗത്തിലുമല്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ഹിദായത്ത് നമുക്ക് കിട്ടുക? ഹിദായത്ത് കിട്ടണമെങ്കിൽ നമ്മുടെ പൂർവികരിൽ നിന്ന് നല്ലവരായി ലോകം മനസ്സിലാക്കിയ കുറെ ആളുകളുണ്ട്. അതുകൊണ്ടാണ് താബീകളിൽപ്പെട്ട മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. താബീകളിൽപ്പെട്ട ആളെ നബിനെ കണ്ടിട്ടില്ല, വലിയ പണ്ഡിതനാണ്, ഒരുപാട് സഹാബാക്കളുടെ ശിഷ്യനാണ്. മൂപ്പര് പറഞ്ഞൊരു വാക്കുണ്ട്, നഖ്തദി ബിമൻ ഖബലന, നമ്മുടെ മുമ്പുള്ളവരോട് നമ്മൾ തുടരുക. നമ്മുടെ മുമ്പുള്ളവരെങ്ങനെയായിരുന്നു അതിനോട് നമ്മൾ തുടരുക. എല്ലാ കാര്യത്തിലും, ഇബാദത്തിന്റെ കാര്യത്തിലും, പ്രത്യേകിച്ച് ഇബാദത്തിന്റെ കാര്യം, അവരെങ്ങനെയാണോ ജുമാ നിസ്കരിച്ചത്, അവരെങ്ങനെയാണോ വജ്ജത്ത് ഓതിയത്, അവരെങ്ങനെയാണോ കൈകെട്ടിയത്, അവരെന്താ ചെയ്ത്, അതാണ് ഇവിടെ വിഷയം. നമ്മുടെ മുൻഗാമികൾ, നഖ്തദി ബിമൻ ഖബലന, നമ്മുടെ മുമ്പുള്ളവരോട് നമ്മൾ തുടരുക. അപ്പോഴോ വയഖ്തദി ബിനാ മൻ ബഅദന, നമ്മുടെ ശേഷം വരുന്നവർ ആരോട് തുടരും? നമ്മളോട് തുടരും. അതിന് നമുക്ക് കഴിയണം. അതാ നമ്മൾ ദ്വാരക്കുന്ന ദ്വായിൽ പറയുന്നത്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അല്ലാഹുവേ ഞങ്ങളെ നീ നല്ലവരായ ആളുകൾക്ക് മാർഗദർശികളാക്കണേ. അല്ലാതെ മുത്തഖികൾ നിസ്കരിക്കാൻ കൂടുന്ന പള്ളിയിലെ ഇമാമാക്കണേ എന്നൊന്നല്ല അതിൻ്റെ അർത്ഥം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞാൽ മുത്തഖികൾ നിസ്കരിക്കാൻ കൂടുന്ന പള്ളിയിലെ ഇമാമാക്ക് നല്ല ദ്വാരക്കണേ. മുത്തഖികളായ ആളുകൾക്ക് മാർഗദർശനമാകണം. ഞങ്ങളെ കണ്ടിട്ട് അവർ ചെയ്യണം, ഞങ്ങൾ ചെയ്യുന്നത് പോലെ അവർ ചെയ്യണം, നമ്മൾ കാട്ടുന്നത് പോലെ അവർ കാട്ടൂലേ? ജനങ്ങൾ അങ്ങനെയാ. ഇപ്പോഴും ലോകത്ത് ഖിയാമത്ത് വരെ തുടരും. ആളുകൾ ജീവിക്കുന്ന ഒരാൾ കണ്ടിട്ടാണ് വേറൊരാൾ കാണുന്നത്. വേറൊരാളോട് വിരലിൽ മോതിരിടരുത്, ഇത് കറാഹത്താണ്, അഹമ്മദ് ഇമാം പറഞ്ഞത്, അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞ ഹറാമാണ്
എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ മറുപടി വളരെ ഗൗരവമുള്ളതാണ്. വാക്ക് അതേപോലെ ഞാൻ പറയാൻ പറ്റൂലല്ലോ, എന്നാലും പറയാ, കേരളത്തിലെ ഏറ്റവും വലിയ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് അങ്ങനെ ഇടുന്നുണ്ടല്ലോ എന്ന് അയാൾ പറഞ്ഞത്. എന്താ ഞാൻ അയാളോട് പറയാ? ഞാൻ അള്ളാന്റെ ദീനാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം അയാൾ ഇത് ടി വി കാണുകയാണ്. ആര്? ഈ കോജരാജാവായ മൗലിയര്, ഒരു ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയ ആള് മോതിരവരലി പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതിന് മോതിരവരലി എന്നാ പറയാ. ഹിൻസിർ, ബിൻസിർ, വുസ്ത, മുസബ്ബഹ, ഇബ്ഹാം, ഇങ്ങനെ വിരലുകളുടെ പേര്. ഹിൻസിർ വിരലിൽ മോതിരോടൽ സുന്നത്ത. അത് ഇടത് കയ്യിലും ആവാ വലത് കയ്യിലും ആവാ. ആ സുന്നത്ത് എന്ന് പറഞ്ഞത് അനഫി മദ്ഹബിൽ ചെന്നാൽ പിന്നെയും വലിയ കുടുക്കുണ്ട്. ഞാൻ കുറച്ചാൽ അനഫി ആയിരുന്നല്ലോ. അനഫി മദ്ഹബിൽ ഖാത്തമ സുന്നത്തുണ്ട് എന്നാണ് ഉള്ളത്. ഷാഫി മദ്ഹബിൽ അങ്ങനെയാണ്. ഈ ഖാത്തമ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഷാഫികൾ ചർച്ച ചെയ്യണില്ല. പിന്നെ എന്തേ ഉള്ളൂ, മോതിരം എന്ന് അർത്ഥം വെച്ച് പോക്കാണ്. പക്ഷെ അനഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഖാത്തം എന്ന് പറഞ്ഞാൽ സീലാണ് എന്നാണ്. റസൂലുള്ളാഹിക്ക് ഖാത്തം ഉണ്ടായിരുന്നു. രാജാക്കന്മാർക്ക് കത്തെഴുതുമ്പോൾ ആ ഖാത്തം, അതിൽ മുഹമ്മദ് റസൂലു അള്ളാഹി 3 വരി ഉണ്ടായിരുന്നു. അതില് അത് മഷീൽ മുക്കിയിട്ട് സീലടിക്കും റസൂലുള്ള. അപ്പൊ ഖാത്തം എന്ന് പറഞ്ഞാൽ എന്താ? സീലാണ്. അപ്പൊ കലക്ടർ, ജഡ്ജി, അതുപോലെ സീല ആവശ്യം വരുന്ന ആളുകൾക്കൊക്കെ ഏത് പറ്റും? ഖാത്തമ് പറ്റും. അല്ലാത്തവർക്ക് ഖാത്തമ് സുന്നത്തൊന്നുമില്ല എന്നാണ് ഹനഫി മദ്ഹബിൽ ഒരു കിതാബിൽ കണ്ടത്. അപ്പൊ അധികം പഠിച്ചാൽ മോതിരം തന്നെ ഊരി വെക്കേണ്ടി വരും. ഞാൻ ഇട്ടിരുന്നില്ലല്ലോ മോതിരം കുറെ കാലം. ഇതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ഹനഫികളുടെ മുമ്പിൽ ഞാൻ മോതിരം ഇട്ട് നിൽക്കാൻ പറ്റൂലല്ലോ. ഇപ്പൊ പിന്നെ ഷാഫികളിലേക്ക് മടങ്ങിയപ്പോ ഞാനത് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ ഹനഫി ഈ മോതിരം എന്ന് പറഞ്ഞ് വലിയൊരു പുണ്യകർമ്മമായിട്ട് ആളുകൾ കാണുന്നു. നമ്മൾ ആലോചിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ? ആളുകൾ വിവരമല്ല പിൻപറ്റുന്നത്, വിവരമുണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കുന്ന ആളുകൾ കാട്ടണതാ പിൻപറ്റുന്നത്. മനസ്സിലായില്ലേ? അതാണ് പിൻപറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താവണം? നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാതൃകകളാവണം. ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ചെയ്യാവൂ. ഇബാദത്തുകളിൽ മാത്രം പോരാ, എല്ലാ കാര്യത്തിലും. അള്ളാഹിന്റെ റസൂൽ അവിടെ എങ്ങനെയാ ചെയ്തത്? അബൂബക്കർ സിദ്ദീഖ് എങ്ങനെയാ ചെയ്തത്? ഉമർ ഫാറൂഖ് എങ്ങനെയാ ചെയ്തത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എങ്ങനെയാ ചെയ്തത്? ഷാഫി ഇമാം എങ്ങനെയായിരുന്നു? ഹനഫി ഇമാം എങ്ങനെയായിരുന്നു? നമ്മളെ പൂർവികരെ നഖ്തദി ബിമൻ ഖബലന. നമുക്കവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മുടെ മുൻഗാമികളായ ആളുകൾ എങ്ങനെയായിരുന്നുവോ അവരെ നമ്മൾ പിൻപറ്റണം. അതിന് കാരണം പറയുന്നുണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തങ്ങള് തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ദാലിക, ഈ പറഞ്ഞതിന്റെ കാരണം എന്താന്ന് വെച്ചാല്, പടപ്പുകളിൽ അധികം ആളുകളും, ബഹുഭൂരിഭാഗം ആളുകളും, 100ൽ 99 ആളുകളും എന്തെങ്കിലുമൊക്കെ കുറവുള്ള ആളുകളാണ്. എന്തെങ്കിലുമൊക്കെ കുറവ് അവർക്ക് ഉണ്ടാവും. ആ കുറവിനെയാണ് അവർ പിൻപറ്റുക. അങ്ങനെയുള്ള ഈ 100ൽ 99 എന്ന് പറഞ്ഞാൽ പോരാ, 1999 ആളും കുറവുള്ളവരാണ്. ഒരാളെ ഉണ്ടാവുള്ളൂ ആ നിലയിലുള്ള എന്തെങ്കിലുമൊക്കെ കുറവിൽ നിന്ന് വിമുക്തനായ ഒരാളെ ഉണ്ടാവുള്ളൂ. അത്തരം കുറവുള്ള ആളുകൾ ഈ ബഹുഭൂരിഭാഗം വരുന്ന സഹസ്രമാനം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, അതിൽ ഒരാളൊക്കെ രക്ഷപ്പെടാനുണ്ടാവും, കുറച്ച് ബുദ്ധി കൂർമ്മതയുള്ളവരുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ സത്യം മനസ്സിലാക്കുവാനും ഹക്കും ബാത്തിലും വേർതിരിച്ചറിയുവാനുമുള്ള കഴിവിൽ കുറഞ്ഞവരായിരിക്കും. അതിനുള്ള കഴിവ് അവർക്ക് ഉണ്ടാകൂല. അപ്പൊ അങ്ങനെ വരുമ്പോ അവരെന്ത് ചെയ്യണം? ഫലാബുദ്ധ, കൂടാതെ കഴിയില്ല, മിൻ കാമിലിൻ യഖ്തദീ ബിഹിന്നാഖിസു, കുറവുള്ള ആളുകൾക്ക് തുടരാൻ പറ്റുന്ന ഒരു പൂർണ്ണതയുള്ള ഒരാൾ വേണം. ഒരാളെങ്കിലും പൂർണ്ണതയുള്ള ഒരാളെ നമ്മൾ പിൻപറ്റണം. ഇതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്ന് ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തങ്ങൾ, ഇതിലേറെ വലിയൊരു തഫ്സീറില്ല, ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതായിട്ട് അലോകം അംഗീകരിക്കുന്ന മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി ഫാത്തിഹയുടെ തഫ്സീറിൽ തന്നെ രേഖപ്പെടുത്തുന്നു കാണാം. അപ്പൊ നമ്മൾ അതുപോലത്തെ ഒരാളെ പിൻപറ്റണം. നമുക്കൊരാൾ വേണം. മനസ്സിലാവുണ്ട് ഞാൻ പറഞ്ഞ്? നമുക്കൊരാൾ എപ്പോഴും വേണം. ഇപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ പറയാം, എൻ്റെ ഒരു തെറ്റ് ഞാൻ പറയാ. മിനിഞ്ഞാന്ന് തറാവീൻ ഇമാം നിന്നപ്പോ സല്ലല്ലാഹു അലൈഹി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അലിഹി വസ്വഹ്ബിഹി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അലൈഹി എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കൂലേ?
ആ വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ മകൻ എന്നോട് പറഞ്ഞു, മകൻ പറഞ്ഞു അലൈഹിം എന്ന് പറഞ്ഞു അവൻ ഉറക്കെ. അപ്പൊ എനിക്ക് ബോധം വന്നു, സംഭവം ശരിയാണല്ലോ. ഞാൻ പറഞ്ഞത് തെറ്റാ. അലൈഹി എന്ന് പറഞ്ഞാൽ അവിടെ പറ്റൂല, കാരണം കുറെ ആളെ പറഞ്ഞിട്ട് എന്നിട്ട് അലൈഹി എന്ന് പറയാൻ പറ്റൂല. അലൈഹിം ഒരു മീമ് വേണം അവിടെ. പിന്നെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നജീബ് ഉസ്താദ് തലേന്ന് രാത്രി വയറ് നിറച്ച് അവനെ പറഞ്ഞിട്ടുണ്ട്. അവൻ അലൈഹിന്ന് ചൊല്ലിയ മൂപ്പര് കേട്ടിട്ട് മൗലാന അവനെ വയറ് നിറച്ച് പറഞ്ഞിട്ടുണ്ട്, അതാണ് അവൻ അങ്ങനെ പറയാനായിരുന്നു. അപ്പൊ നമുക്കൊരു കാമിലായ ആളെ തുടരാൻ വേണം. അതുണ്ട് അല്ലാഹു തആല ഇനി ഒരുപാട് കാലം അള്ളാഹ് നിലനിർത്തി തരുമാറാവട്ടെ. ഒരു കാമിലായ ആള് നമുക്കില്ലാത്തതിന്റെ കുഴപ്പം ഇന്ന് സമൂഹം മൊത്തത്തിൽ അനുഭവിക്കുകയാണ്. ഈ സമുദായത്തിലെ വലിയ വലിയ സംഘടനകള്, വലിയ പ്രസ്ഥാനങ്ങള്, കോടിക്കണക്കിന് ആളുകളുള്ള വലിയ സംഘടനകളുടെ നേതൃത്വത്തിന് പോലും അതേപോലെ കാമിലായ ബുദ്ധിയിൽ പൂർണ്ണതയുള്ള ഒരാൾ തുടരപ്പെടാൻ പറ്റുന്ന ഒരാളെ കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധം എന്ത് പറഞ്ഞാലും എന്താ പറയാ, മരിച്ചോരെ ആരെങ്കിലും പറയും അല്ലേ? ജീവിച്ചിരിക്കുന്ന ഒരു മൗലവിയെ പറയൂല. എന്തെങ്കിലും പറഞ്ഞാൽ അവരുണ്ടായിരുന്നില്ല ഞങ്ങളുടെ പാർട്ടിയിൽ, അവരായിരുന്നില്ല ഞങ്ങളുടെ പ്രസിഡന്റ്, അവരായിരുന്നില്ല ഞങ്ങളുടെ സെക്രട്ടറി. ഇപ്പൊ ഉള്ളവരെ ആരെങ്കിലും ഒരു കാമിലായ ഒരാളെ, ബുദ്ധി കൂർമ്മതയുള്ള ഒരാളെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് സമൂഹം, ഇത് എല്ലാവർക്കും ഉള്ള കുഴപ്പ, രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം. അത് ഇതെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അള്ളാഹിന്റെ തൗഫീഖോട് കൂടെ നമുക്ക് ആ പ്രശ്നമില്ല. അള്ളാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഇമാമുകൾ, പൂർവികരായ പണ്ഡിതന്മാരൊക്കെ വളരെ വ്യക്തമായി തന്നെ അത് പഠിപ്പിക്കുന്നത് കാണാം. അത് വളരെ വ്യക്തമായി തന്നെ നമ്മൾ അത്തരം ഒരാളെ പിൻപറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ പഴിക്കും. ഇമാം അബൂ ഹയ്യാൻ റളിയല്ലാഹു അൻഹു ഹിജറ 645 ജനിക്കുകയും 654 ജനിക്കുകയും ഹിജറ 745 വഫാത്താവുകയും ചെയ്ത ഒരുപാട് കിതാബുകൾ രചിച്ച വലിയൊരു പണ്ഡിതനാണ് ഇമാം അബൂ ഹയ്യാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. അദ്ദേഹം സരസമായി 2 വരി കവിത അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. യളുന്നുൽ ഉംറു അന്നൽ കുത്തുബ തജ്ദി. മൗലവിമാര് പഴിക്കുന്ന ഏറ്റവും വലിയ പഴവിന്റെ രൂപമായി പറയുന്നത് യളുന്നുൽ. അദ്ദേഹം പറയും യളുന്നുൽ ഉംറു, വിഡ്ഢികളായ ആളുകൾ വിചാരിക്കുന്നു അന്നൽ കുത്തുബ തജ്ദി, കിതാബ് ഉണ്ടല്ലോ, കിതാബ് നോക്കിയാൽ നമുക്ക് വിവരം കിട്ടും എന്ന് ചില ആളുകൾ വിചാരിക്കുന്നു. കിതാബ് ഉണ്ടായാൽ മതി, അതിൽ നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്ന് ആര് വിചാരിക്കുന്നു? ചില വിഡ്ഢികളായ ആളുകൾ വിചാരിക്കുന്നു. എന്നാൽ ബുദ്ധിയുള്ളവർക്ക് കാര്യം മനസ്സിലാക്കാൻ കിതാബ് മതി, കിതാബിൽ നോക്കിയിട്ട് കാര്യം മനസ്സിലാക്കാം. ശരിയല്ലേ? ഇത് മൗലവിമാരുടെ പൊതു നിലവാരമാണ്. കിതാബ് നോക്കിയിട്ട്, ഇത് വലിയൊരു അബദ്ധ. കിതാബ് നോക്കിയിട്ട് ഒരു കാര്യമില്ല. കിതാബ് നോക്കേണ്ടത് എങ്ങനെ, ഏത് കിതാബ് നോക്കണം, എപ്പ നോക്കണം, എങ്ങനെ നോക്കണം, എന്തിന് നോക്കണം, ഇതിനൊക്കെ മാർഗദർശനം വേണം. ഒരു മുർഷിദ് വേണം. കിതാബിൽ അറബിയിൽ എഴുതിയതാണ്, അല്ലെങ്കിൽ കുറെ അക്ഷരങ്ങളുണ്ട്, വെള്ള കടലാസുണ്ട്, കറുത്തുണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെയോ കിതാബ് കൊണ്ടൊന്നും കാര്യമില്ല എന്ന് വമാ യദിരിൽ ജഹൂലു, വിവരമില്ലാത്ത വിഡ്ഢി മനസ്സിലാക്കൂല ബി അന്ന ഫീഹാ വമാമില, ഈ കിതാബുകളിൽ കുറെ ആണ്ടിറങ്ങിയ ചില രഹസ്യങ്ങളുണ്ട് കിതാബുകളിൽ. അതിന്റെ അർത്ഥത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാല് ഹയ്യറത്ത് അഖ്ലൽ ഫഹീമി, വിവരമുള്ള ആളുകളുടെ ബുദ്ധി പോലും അത്തരം ഇബാറത്തുകളിൽ, അത്തരം വാക്കുകളിൽ പരിഭ്രമിച്ചു പോയിട്ടുണ്ട്. പലരും കാഫറായി പോയിട്ടുണ്ട്, പലരും പഴിച്ചു പോയിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനത്തെ കിതാബുകൾ ഒരുപാടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ എൻ്റെ കയ്യിൽ തന്നെ കിതാബുണ്ട്, ഉണ്ടായിരുന്നു ഒരു കിതാബ്. അപ്പോ ഞാൻ ആ കഥ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലേ. ഒരു ദിവസം സബുക്കിന്റെ ഇടയിൽ സംശയം ചോദിച്ചപ്പോ നജീബ് ഉസ്താദ് പറഞ്ഞു, എവിടെ നിന്നാടാ നീ ഇത് ചോദിക്കണേ ചോദിച്ചപ്പോൾ ഞാൻ കിതാബിന്റെ പേര് പറഞ്ഞത് ഇബ്നു അറബിന്റെ തഫ്സീറിലുള്ളതാണ് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു, മൂപ്പര് അപ്പൊ ഒന്നും മുണ്ടിയില്ല. മൂപ്പരുടെ മുഖക്കെടുത്ത് കൊടുത്ത് ദേഷ്യം വന്നിട്ട്, കാരണം തനിച്ച കുഫറാ ഞാൻ പറഞ്ഞത്. അതിൽ മൂപ്പര് ഉണ്ണി ഉസ്താദിനോട്, മൂപ്പര് പറഞ്ഞാൽ ഞാൻ കേൾക്കൂല, കാരണം മൂപ്പരുമായിട്ട് ഞാൻ അങ്ങനെ ചെറുപ്പത്തിലുള്ള ബന്ധമാണല്ലോ, ഉസ്താദായിട്ടുള്ള ബന്ധമല്ല. അതിന്റെ മുമ്പേ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഉണ്ണി ഉസ്താദിനോട് മൂപ്പര് പറഞ്ഞിട്ട് ആ കിതാബ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിപ്പിച്ചു. എടാ അവനെ അതൊന്ന് കാട്ടടാ, ഞാൻ നോക്കിയിട്ട് തരടാ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പതുക്കെ കഴിച്ചിലാക്കി. എന്നിട്ട് പിന്നെ മരിക്കുന്നവരെയും തന്നില്ല. മരിച്ചോടത്ത് ചെന്നപ്പോൾ നജീബ് ഉസ്താദ് അലി അക്ബറിനോട് പറയിപ്പിച്ചു, ആ കിതാബ് ഇബ്നു അറബിന്റെ തഫ്സീർ ഇവിടെ ഉണ്ട്, അത് ദാറുസുന്നിയിലേക്ക് വഖഫ് ചെയ്താൻ പറഞ്ഞോളാം, ഞാൻ വാങ്ങിക്കൊണ്ടേക്കോളാം, അവനിക്ക് കിട്ടൂല അവനോട് പറഞ്ഞോളാ പറഞ്ഞു. അപ്പം ഞാൻ ഉണ്ണിസാദിന്റെ മകനോട് പറഞ്ഞു കൊടുത്തളാ,
അതെൻ്റെയാണ് സാധനം, അത് ദാറുസുന്നിക്ക് വഖഫാക്കിയിട്ടുണ്ട് പറഞ്ഞു. ഇപ്പോൾ ദാറുസുന്നിയിൽ വെച്ച് പൂട്ടിയിട്ട് വേറെ ആരും കാണാത്ത വിധം കിട്ടാത്ത വിധം അലമാരയിൽ ആ ഇതിൻ്റെ താക്കോൽ അരി വെച്ച് നടക്കുക. ഇന്നേ വരെ അവിടുത്തെ പ്രിൻസിപ്പാൾ പോലും റഷീദ് ഒലിയർ പോലും കണ്ടിട്ടില്ല. കിതാബാണ്, നോക്കണം, അല്ലാത്ത നോക്കിയാൽ പഴിക്കും. അപ്പൊ കിതാബുകൾ ഇമാം അബൂ ഹയ്യാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അത് എത്രയോ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കിതാബും എല്ലാവർക്കും നോക്കാൻ പറ്റൂല. ഇദാ റുംതൽ ഉലൂമ ബിഗൈരി ശൈഖിൻ, ഒരു മുർഷിദില്ലാതെ ഇൽമിനെ നീ പിൻപറ്റിയാൽ, ഇൽമ പിടിക്കാൻ ശ്രമിച്ചാൽ, ഇൽമ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ലലൽത അനി സിറാത്തിൽ മുസ്തഖീമി, നേരായ മാർഗത്തിൽ നിന്ന് സിറാത്തുൽ മുസ്തഖീം എന്ന് നീ പഴിച്ചു പോകും. നിന്റെ കണക്കിന് നീ ആരാ? ഞാൻ നല്ല മനുഷ്യനാണ്, ഒരുപാട് കിതാബ് തിരിയുന്ന ഒരാളാണ്, ഞാൻ വലിയ കിതാബ് നോക്കുന്ന ആളാണ്, ഞാൻ വലിയൊരു ആലിമാണ് എന്നൊക്കെ നിനക്ക് തോന്നും. പക്ഷെ നീ തനിച്ച പഴച്ചവനായിരിക്കും, ലാലും മുതില്ലുമായി പോകും. നഊദുബില്ലാ, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നമ്മൾ വളരെ ഹിദായത്തിന്റെ കാര്യത്തിൽ പഴയ്ക്കുന്ന കാര്യം, ഈ ഹിദായത്തിന്റെ ലലാലത്തിന്റെ കാര്യം എപ്പോഴും ജാഗ്രതയായിരിക്കണം. അതാണ് 5 നേരം ദ്വാരക്കണത്. ഒരുപാട് ആളുകൾ ഇവിടെ പഴിക്കുക. നമ്മൾ കേൾക്കുന്ന വയലുകൾ ഒന്ന് ശ്രദ്ധിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ, എത്രയായി? ഇന്നിപ്പോ ഞാൻ മോതിരത്തിന്റെ കാര്യം പറഞ്ഞ പോലെ മിക്കവാറും 5 നേരം നിക്കരിക്കുന്ന ചെറുപ്പക്കാരുടെ കഴുത്തില് വെള്ളിന്റെ എന്താണ് പറയുക, മാല, കയ്യില് വെള്ളിന്റെ കൈച്ചൈന്, അല്ലേ? 5 നേരം നിക്കരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാര്. തനിച്ച ഹറാമാണിത്. എത്ര വയലും കേൾക്കുന്ന ആൾക്കാരാ അവര്? ലോകം മുഴുവൻ എല്ലാ മൊബൈലിലും വയല. മോലിയന്മാർക്ക് ഒന്നും ഇപ്പൊ വയലില്ല. അപ്പൊ നെറ്റിൽ വയൽ പറയുന്നവർക്കേ വയലുള്ളൂ. എല്ലാ മൊബൈലിലും വയല. ഇവരൊക്കെ ആ വയൽ കേൾക്കണവരാ. എന്നിട്ട് ഇവരാരെങ്കിലും ഈ ഹറാം ഒഴിവാക്കുന്നുണ്ടോ? ഇപ്പൊ അടുത്ത് ഒരു മോലിയർ, ഏതൊരു മോലിയർ അതിനെപ്പറ്റി എതിർത്ത് പ്രസംഗിച്ചൊരു പ്രസംഗം കേട്ടു ഞാൻ. അപ്പൊ അതിന്റെ അടിയിൽ കമന്റ് ഇട്ടിരിക്കുകയാണ്, വെള്ളി ആണുങ്ങൾക്ക് അനുവദനീയമാണെന്ന് പഠിപ്പിച്ചതല്ലേ, ഖുർആൻ പഠിപ്പിച്ചതല്ലേ, പിന്നെ ഇയാൾ ഈ മോലിയർ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചിട്ട് അയാൾക്കെതിരിൽ തിരിയാണ്. വെള്ളിന്റെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളിന്റെ ഒരു മോതിരം അനുവദനീയമാണ്, രണ്ടാമതൊരു മോതിരം അനുവദനീയമല്ല. പരമാവധി ഒരാണിന് എന്ത് പറ്റും? വെള്ളിന്റെ ഒരു മോതിരം പറ്റും, 2 മോതിരം പറ്റൂല. 2 മോതിരം ഇട്ടോൻ ആരാണ്? അവൻ ഹുൻസയാണ്, ആണും പെണ്ണും കെട്ടവനാന്നുള്ളതിന് അടയാളമാണ്. അവർക്കത് പറ്റും. അവൻ ആണുമല്ല പെണ്ണുമല്ല. അങ്ങനത്തെവരുണ്ടാവൂലേ? അടുത്ത് നിസ്കരിക്കാമെന്ന് നിന്നാൽ തൊടാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവൂലേ? ഇവൻ ആണാണോ പെണ്ണാണോ തിരിയൂലല്ലോ. മനസ്സിലായില്ല? എന്തായാലും ഇപ്പൊ ഇംഗ്ലീഷിൽ പറയുന്ന പേര്, ഇതൊരു പേരിപ്പുണ്ടല്ലോ. അപ്പൊ അവർക്ക് നിയമമുണ്ട്. ഞാനിപ്പോ അതിനെതിരിൽ പ്രസംഗിച്ചു എന്ന് കേട്ടാൽ എനിക്കെതിരിൽ കേസ് വരും. അത്ര ഗുരുതര അവരൊക്കെ. അവർക്കൊക്കെ സംഘടനയും ചോദിക്കാനും പറയുന്ന ആളുണ്ട്. അപ്പൊ ഹുൻസ, ശിഖണ്ഡി എന്ന് മലയാളത്തിൽ പറയും. അതിൽപ്പെട്ട ആളുകൾക്ക് അടയാളമാണ് എന്ത്? 2 വിരലിൽ മോതിരടല് എന്ന് വ്യക്തമായി യാനത്തിലും മറ്റൊക്കെ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ, ഇങ്ങനെയൊക്കെ മൂല്യന്മാര് വയൽന്ന് പറഞ്ഞിട്ട് ഇതിനൊരു മാറ്റം വന്നിട്ടില്ല. നമ്മൾക്ക് പെണ്ണുങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് പറയാ, നിസ്കാരത്തിൽ പെണ്ണുങ്ങൾക്ക് ബാങ്ക് സുന്നത്തുമില്ല, ബാങ്കില്ല, അല്ലേ? എന്താ പെണ്ണുങ്ങൾക്ക് ബാങ്കില്ലാത്തത്? അവരുടെ ശബ്ദം പുറത്ത് കേൾക്കാൻ പാടില്ല. എൻ്റെ അയൽവക്കത്ത്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടാവും, അതൊരു പക്ഷെ കേട്ടിരിക്കും. എൻ്റെ അയൽവക്കത്ത് ഒരു പെണ്ണുണ്ട്, എല്ലാ ക്ലാസ്സിനും പോകും. ലോകത്ത് എവിടെ മൂല്യന്മാർ എന്ത് ക്ലാസ് നടത്തുന്നുണ്ടോ അതിനൊക്കെ പോണ പെണ്ണാണ്. ഞാൻ പാറ ബീവി എന്നാണ് അതിന് പേരിട്ടിരിക്കണത്. എൻ്റെ ലക്കബ്, ഞാൻ അതിനെ പാറ ബീവി എന്നാ പറയാ. ഇന്ന് രാവിലെ ഞാൻ കക്കൂസിലിരിക്കുമ്പോണ്ട് അവളുടെ ഖുർആനോത്ത് ഇങ്ങനെ കേൾക്കണം. അവൾ അവിടെ ഇരുന്ന് ഖുർആനോത്തിന് വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ. ബാങ്ക് പെണ്ണ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളുടെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനാ. എൻ്റെ വീട്ടിൽ നിന്ന് 250 മീറ്റർ അകലെ അവളുടെ വീട്. അവൾ അവിടെ ഇരുന്ന് ഖുർആനോത്തിന് എവിടെ കേൾക്കാണ്? എൻ്റെ വീട്ടിലേക്ക് കേൾക്കാണ്. അവൾ ഓതന തന്നെ എന്തിനാണ്? ഇത് മനുഷ്യന്മാർ കേട്ട് നന്നായിക്കോട്ടെ വിചാരിച്ചിട്ടാ, നല്ല നീയത്തുകൊണ്ടായിരിക്കും. പക്ഷെ കൊടിയ ഹറാമാണ് ചെയ്യുന്നത്. ആ പെണ്ണിന് അതിന് കൂലി കിട്ടൂല. അവള് ക്ലാസ് കേൾക്കാഞ്ഞിട്ടല്ല. പക്ഷെ മൂല്യന്മാർ, ക്ലാസ് എടുക്കണ മൂല്യന്മാർ വേണ്ടെന്നും പറഞ്ഞു കൊടുക്കൂല, വേണ്ടാത്തൊക്കെ പറയും. ഇപ്പൊ അടുത്ത് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഞാനൊരു ഇതേപോലെ വീഡിയോയിൽ ഒരു പ്രസംഗം, അബ്ദുറഹ്മാനൊക്കെ കഴിഞ്ഞ ആഴ്ച തന്നെ പിത്തിനിയാക്കി അതേ പ്രശ്നം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്നതാണ് ആ മൂല്യരിന്റെ ഒരു ചർച്ച. 2 മൂല്യന്മാര് ചർച്ച. അപ്പൊ അതായത് 1 മണിക്കൂറും 18 മിനിറ്റും ഉണ്ട്. ഞാനത് മുഴുവൻ കേട്ടു. ഇയാൾക്ക് എന്താ പറയാനുള്ളത് നമുക്കറിയണല്ലോ. ഞാൻ അബ്ദുറഹ്മാൻ ഖാനോട് പറഞ്ഞിട്ട് പോയി, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അങ്ങനെ ചെല്ലിയ വജ്ജത്ത് ഓതിയ കൂലി കിട്ടും, ആ ഇഫ്തിതാഹിന്റെ ദുആന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം അതാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ മൗലേരി 1 മണിക്കൂറും 18 മിനിറ്റും ഒരു മൗലേരിന്റെ പേര് ഞാൻ എഴുതി വെച്ചിരുന്നു. അയാളുടെ പേര് അബ്ദുൽ ബസീർ സഖാഫി എന്ന ആളാണ് പറയുന്നത്.
പാറക്കാരൻ ഒരു അശ്വനെയാണ് ചോദ്യം ചോദിക്കുന്നത്. ഞാനൊന്ന് 1 മണിക്കൂർ 10-18 മിനിറ്റുള്ള പ്രസംഗം കേൾക്കാനുള്ള ക്ഷമ എനിക്കില്ല. എന്നിട്ട് ഞാൻ കേട്ടു ഫുള്ള്. എന്തുകൊണ്ട്? എനിക്കൊരു തെറ്റ് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ തിരുത്താലോ വിചാരിച്ചിട്ട്. അപ്പൊ ഇയാള് ലോകത്ത് അയാൾ പറയുന്നത് 500 ഹദീസിന്റെ കിതാബ് ഞാൻ പരിശോധിച്ചു, ഷാഫി മദ്ഹബിലെ എല്ലാ ഫിഖഹിന്റെ കിതാബും ഞാൻ പരിശോധിച്ചു, എല്ലാ കിതാബും പരിശോധിച്ചിട്ടും സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്ന് ഇഫ്തിതാഹിന്റെ ദുആന്റെ ഒരു രൂപം ഒരു റിവായത്തിലും വന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്നാ ഇയാൾ പറയുന്നത്. ഞാൻ കുടുങ്ങിയില്ലേ? അത്രയൊന്നും കിതാബ് നോക്കാനുള്ള കഴിവൊന്നും ഇപ്പൊ എനിക്കില്ല. ഇയാൾ വലിയ മോലേരായിരിക്കാം, അയാൾ നല്ല നെയ്യത്തോടൊക്കെ ആയിരിക്കാം, പക്ഷെ നല്ല നെയ്യത്തൊന്നും അല്ലാതെ. അതായത് ഹുജ്ജത്തുൽ ഉലമ മൗലാന നജീബ് മൗലവി പറഞ്ഞത് തെറ്റാന്ന് വരുത്തണം. മൂപ്പർക്ക് അത്രയേ ഉള്ളൂ. അതിനു വേണ്ടി എന്ത് നുണയും പറയും. ഏതുപോലെന്ന് ചോദിച്ചാൽ കിതാബ് നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കിതാബ് നോക്കിയാൽ പോരാ. ചെറുകര ദർസിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു കുട്ടി ഓതാൻ വന്നു. അപ്പൊ ചെറുപ്പത്തിൽ ഞാൻ നല്ല അച്ചടക്കമുള്ള മര്യാദക്കാരനായ ഒരു കുട്ടിയേനു എന്ന് നിങ്ങളോട് പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. അപ്പൊ ഇവൻ വന്നിട്ട് 1-2 കടയിൽ ചെന്നിട്ട് സോപ്പ് അന്വേഷിച്ചു. ആദ്യം അവിടെ ചെന്ന് അന്വേഷിച്ച് കടല മാത്രം വിൽക്കണ കടയിൽ ചെന്ന് സോപ്പ് ചോദിച്ചു. 501 സോപ്പ് ചോദിച്ചു, അവിടെ കിട്ടുമോ? അയാൾ ഇവിടെ ഇല്ല പറഞ്ഞു. പിന്നെ അവൻ ചെന്ന് ചോദിച്ചത് ഫാൻസി കടയിലാണ്. അവിടെ 2 കഷ്ണം സോപ്പ് ചോദിച്ചാൽ കിട്ടുമോ? അവിടെ ഇല്ല. അതിലിപ്പം പള്ളി വന്നിട്ട് ചോദിച്ചു, ഇവിടെ ഏത് കടയിലാണ് സോപ്പ് കിട്ടുക ചോദിച്ചു. എന്നോട് ചോദിക്കണ നല്ല മനുഷ്യനോടാ. അപ്പൊ ഞാൻ സുഖു എന്ന് പറഞ്ഞ ആളുടെ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, ആ കടയിൽ കാണിച്ചു കൊടുത്തു. ആ കടയിൽ പോയി ചോദിച്ചു, അവിടെ കിട്ടും പറഞ്ഞു. എന്താ, ഇയാളോട് ചോദിച്ചാൽ അത് ഉസ്താദ് അറിയും. ഉസ്താദിന്റെ സ്വന്തം ആളായി. സുകുമാരൻ എന്ന പേര്, സുഖു എന്നാ വിളിക്കുക, മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ആളാ. അപ്പൊ ഉസ്താദ് അതിന്റെ അപ്പുറത്തെ കടയിലെ പോയി വർത്താനം പറഞ്ഞിരിക്കുക അസറ് കഴിഞ്ഞാൽ. അപ്പൊ അവിടെ എന്തെങ്കിലും കുട്ടികളെ പൊട്ടത്തരം പോയി കാട്ടിയാൽ അത് ആരുടെ അടുത്തെത്തും? ഉസ്താദിന്റെ അടുത്തെത്തും. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, സുഖുവിന്റെ കടയിൽ പോയി ചോദിച്ചാൽ മതി, അവിടെ ഉണ്ട് പറഞ്ഞു. ഇവൻ അവിടെ ചെന്നിട്ട് 2 കഷ്ണം 501 പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, ഇനി ആരാ പറഞ്ഞു വിട്ട് ചോദിച്ചു. അപ്പൊ ആ തോണിപ്പാടമാണ് പറഞ്ഞു. ഇവൻ പറഞ്ഞു തോണിപ്പാടം പറഞ്ഞു വിട്ടതാണ്. ഇപ്പൊ വലിയ മൂല്യരാട്ടോ, അതുകൊണ്ട് ആ പേര് പറയാത്തത്. ഇതൊക്കെ വലിയ മൂല്യന്മാരാ. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അങ്ങനെ ഉസ്താദ് പിറ്റേന്ന് സെബ്ക്കിനി എന്നിരുന്നപ്പോൾ ആരടാ സുഖുവിന്റെ കടയിൽ സോപ്പ് വാങ്ങാൻ പോയി. മെഡിക്കൽ സ്റ്റോറിൽ സോപ്പ് വാങ്ങാൻ പോയ സോപ്പ് കിട്ടും. ഇതുപോലെയാണ് മൂല്യന്മാര്. അവർക്ക് ഏത് കിതാബിൽ അത് നോക്കണ്ട് യാതൊരു പിടുത്തല്ല. ഏതായാലും എൻ്റെ മനസ്സിൽ ഇങ്കിരിയായി. ഞാൻ ചുരുക്കി പറയട്ടെ, നോമ്പ് തുറന്നിട്ട് വിശപ്പൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുമ്പോൾ നേരെ മുമ്പിൽ ഷോക്കേസിൽ അദ്കാറ് പറഞ്ഞ് കിതാബ് ഇരിക്കുന്നുണ്ട്. നവവി ഇമാമിന്റെ വലിയ കിതാബൊന്നും നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഏതായാലും അദ്കാറിൽ നോക്കുക വിചാരിച്ചിട്ട് ഞാൻ അദ്കാർ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ 42-ാമത്തെ പേജിലാണ് ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത്. 43-ാമത്തെ പേജിൽ അതിൽ പറയുന്നു, കാലൽ ബൈഹഖിയോ, ഇമാം ബൈഹഖി പറഞ്ഞിരിക്കുന്നു, എന്നതുകൊണ്ട് ഇഫ്തിതാഹിന്റെ ദുആ റിവായത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ടും മർഫൂഅൻ, അത് ഹദീസ് ആക്കിയിട്ട് നബിയിലേക്ക് ഉയർത്തപ്പെട്ടതായിട്ട് ഇബ്നു മസ്ഊദ് തങ്ങളെ തൊട്ടും ഇബ്നു അബ്ബാസിൻ മർഫൂഅൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ടും മർഫൂഅൻ, റസൂലുള്ളാഹ് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്ന് മാത്രമായി ഇഫ്തിതാഹിന്റെ ദുആ നടത്തിയത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ വഴിക്കും ഇബ്നു അബ്ബാസ് തങ്ങൾ വഴിക്കും റിവായത്ത് വന്നിട്ടുണ്ട് എന്ന് ബൈഹഖി പറഞ്ഞത് ആരുദ്ധരിച്ചിരിക്കുന്നു? ഇമാം നവവി ഉദ്ധരിച്ചിരിക്കുന്നു. ഇതിന് 1000 കിതാബ് നോക്കണം. ഇയാൾ 500 കിതാബ് പരിശോധിച്ചു എന്നാ പറയുന്നത്, എന്നിട്ടും കിട്ടിയില്ല എന്നാ പറയുന്നത്. എന്താ കാരണം? മറ്റേ ചങ്ങായി സുഖുവിന്റെ മെഡിക്കൽ സ്റ്റോറിൽ പോയി സോപ്പ് ചോദിച്ച പോലെ അത് കിതാബ് നോക്കുമ്പോൾ ഏത് കിതാബാ നോക്കണ്ടത്, ഏതാ എങ്ങനെ അന്വേഷിക്കേണ്ടത് ഒരു അന്തം വേണം. ഞാൻ ഒരുപാട് കിതാബും നോക്കിയിട്ടില്ല, വേറൊരു കിതാബും തിരഞ്ഞിട്ടില്ല. അത് നോക്കി അതിന്റെ 43-ാമത്തെ പേജിൽ അത് കണ്ടു. ഇതാണ് നമ്മൾ പഴിക്കണതിന്റെ കാരണം. മൗലവിമാരും വയലൊക്കെ ഒരുപാടുണ്ട്, ജനങ്ങളിലേക്ക് ഇൽമ എത്തുന്നില്ല. ഇൽമ പറയാൻ മൗലവിമാർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഇത് ശരിയായൊരു മുർഷിദില്ലാതെ കിതാബിലുള്ളതൊക്കെ വായി തോന്നിയതൊക്കെ, അതൊക്കെ വെളുത്ത കടലാസിൽ കറുത്ത മഷി കൊണ്ട് എഴുതിയതൊക്കെ കിതാബാണ്, അതൊക്കെ ഇൽമാണ്, അതൊക്കെ തെളിവാണ്, അതൊക്കെ പ്രമാണമാണെന്ന് പറയുന്ന പൊട്ടന്മാരായിട്ട് നമ്മുടെ സമുദായത്തിലെ മൂല്യന്മാര് അതപ്പതിച്ചു പോയിരിക്കുന്നു. നഅൂദുബില്ലാ, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരം കാര്യങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുർഷിദുണ്ട്. അല്ലാഹു തആല അക്കല് വാരിക്കോരിച്ചൊരിഞ്ഞ കേരളത്തിലെ ഒരു പണ്ഡിതനും നൽകാത്ത വിധം നൽകപ്പെട്ട മഹാനായ ശംസുൽ ഉലമാ ഖുത്ബി, ആ മൂപ്പരുടെ നേരെ പൊരുത്തപ്പെട്ട ഇഷ്ടശിഷ്യനായ ശൈഖുന മൗലാന സദഖത്തുല്ലാഹി തങ്ങൾ മഹാനവർകൾ ശൈഖുന
അവിടുത്തെ പൊരുത്തവും ഗുരുത്വവും ഒരുപാട് കിട്ടിയ ആ ഫൈലാനിയായ ഇൽമ കൊണ്ടും വഹബിയായ ഇൽമ കൊണ്ടും അല്ലാഹു തആല ആദരിച്ച മഹാനായ മൗലാന ഹുജ്ജത്തുൽ ഉലമ നജീബ് ഉസ്താദ് ഇവർക്കൊക്കെ ഒന്നും പഴക്കണില്ല അല്ലേ? കേരളത്തില് മൗലവിമാര് ഷെയ്ഖുനാന്റെ ഫത്താവ നിങ്ങൾക്കൊക്കെ അറിയാലോ. ഷെയ്ഖുനാന്റെ ഫത്താവ അല്ലേ? മോമുട്ടി ആചാര്യൊക്കെ വലിയ ആലിമായിട്ട് ഇങ്ങനെ വിലസിയത് എന്തുകൊണ്ടാ? എല്ലാ മൗലവിമാരെയും പട്ടത്തിരിച്ച് എന്തുകൊണ്ടാ? ഫത്താവ നുസ്രത്തുൽ ഇനാമ കയ്യിലുള്ളത് കൊണ്ടാ മൂപ്പര് പയറ്റിയത്. അതിന്റെ അപ്പുറം മൂപ്പർക്ക് വേറൊന്നുമില്ല. വേറൊക്കെ പറഞ്ഞാൽ തെറ്റും അല്ല. ഞാനും ഇബ്രാഹിം മൗലവിയും വലിയക്കും കൂടെ റൂമിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം മൂപ്പര് വന്നിട്ട് എൻ്റെ വല്യപ്പാനോട്ടോ പറയണത് ഈപത്താവൂല അള്ളാഹുത്തല പുറത്ത് തട്ടെ നിങ്ങൾക്കും പഠിക്കാനാണ്. ഞങ്ങൾ മൂന്നാളും കൂടി റൂമിൽ ഖുത്ബ കഴിഞ്ഞിട്ട് ജുമാ കഴിഞ്ഞിട്ട് റൂമിൽ ഇരിക്കുമ്പോൾ വന്നിട്ട് പറഞ്ഞു, വായിബിന്റെ പേരിൽ മയ്യത്ത് കഴിക്കുമ്പോൾ വജ്ജത്ത് മുതൽ സുന്നത്താണെന്ന് പത്തുൽ മൊയിനിൽ ഇല്ല ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് എൻ്റെ പത്തുൽ മൊയിനിൽ ഇല്ല പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, വല്യപ്പാനെ കളിയാക്കരുത് കൊരുത്തക്കട ഇട്ടാലും നിന്റെ വല്യപ്പ ഈ ഇബ്രാഹിം മൗലവി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനതിന് കളിയാക്കിയെന്ന് പറയാം, എൻ്റെ പത്തുൽ മൊയിനിൽ ഇല്ലാന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും കുരുത്തക്കടത്തിനുള്ള കാരണം അതിലുണ്ടല്ലോ, ശരിയാണല്ലോ. വൈകുന്നേരം ഞങ്ങൾ രണ്ടാളും കൂടി അസർ കഴിഞ്ഞിട്ട് പോയി. അസർക്ക് മുമ്പ് കരിക്കാൻ വന്നില്ല. അപ്പൊ മനസ്സിലായി, മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അതിൽ ഞാനും മൂപ്പരും കൂടി ചെന്നു. അങ്ങനെ ആ വീട്ടിന്റെ മുന്നിൽ കൂടെ അങ്ങനെ അങ്ങനെ നടക്കാൻ പോയപ്പോൾ മൂപ്പരാട് നിൽക്കുന്നുണ്ട്. അതിൽ സലാം പറഞ്ഞ് ഞങ്ങളുടെ കാര്യം വരിയും കട്ടൻ ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കയറ്റി. അപ്പൊ ഞങ്ങൾ പോയതിന്റെ ഉദ്ദേശം മൂപ്പർക്കും മനസ്സിലായിട്ടുണ്ട്, മൂപ്പർക്കും തിരിഞ്ഞിട്ടുണ്ട് പൊരുത്തപ്പെടിക്കാൻ വന്നിരിക്കുകയാണ്. അതിൽ മൂപ്പർ പറഞ്ഞു, ഞാനേ ആ ഇബ്രാഹിം പുത്തൂർ ഫൈസിന്റെ ഫത്തുൽ മുഈൻ പരിഭാഷ വായിച്ചിരുന്നു, അതിലങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. തെറ്റ് എൻ്റെ അടുത്ത് തന്നെയാണ്. ഫത്തുൽ മുഈൻ അങ്ങനെ ഇല്ല, അതില്ല, സുന്നത്തില്ല എന്നാണ് ഫത്തുൽ മുഈന്റെ പരിഭാഷയിലുള്ളത് പറഞ്ഞ മൂപ്പര്. അപ്പൊ ഷെയ്ഖുനാന്റെ ഫത്താവിയിൽ ആ പഴവൊന്നും വരൂല. അതാണ് മൂപ്പരുടെ ഇൽമ. എന്റെ ഈ ഷെയ്ഖുനാന്റെ ഫത്താവ പോലെ കണ്ണിയത്തിന്റെ ഫത്താവ അല്ലെ, ഈ കെ അബൂബക്കർ മുസ്ലിയാരുടെ ഫത്താവ, ഞാൻ അതിലും വലിയ മൗലവിമാരാ ഉള്ള അവരിന്റെ ഒക്കെ ഫത്താവ എന്തേ മലയാളത്തിലൊന്നും ഇല്ലാതിരുന്നത്? എന്തേ ആരും അടിച്ചിറക്കാത്തത്? അടിച്ചിറക്കണം. അപ്പോഴേ കഥ അറിയാം. കൊടുത്ത 10 വേൾ മുഴുവൻ പഴവാ. അതാ ഈ 10 വേൾ ഒന്ന് പെരിന്തൽമണ്ണയിലെ പള്ളിത്തൊടിയിലെ കബറ് മാന്തിയിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ കൊടുത്ത 10 രൂപ. അല്ലെങ്കിൽ മുട്ടിച്ചിറ പള്ളിയിലെ വരുമാനം കമ്മിറ്റിക്കാർക്ക് കുടുംബക്കാർക്ക് കൊടുക്കാതെ പുട്ടടിക്കാൻ കമ്മിറ്റിക്കാർ അനുവദിച്ചു കൊടുത്ത 10 രൂപ. ഇങ്ങനത്തെ കള്ള ഫത്വകളാ, പഴിച്ച ഫത്വകളാ സമുദായത്തിലെ വലിയ വലിയ കോതരാജാക്കന്മാർക്കുള്ളത്. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഷെയ്ഖുനായും ഷെയ്ഖുനാന്റെ ശിഷ്യന്മാരും കൊടുത്ത ഫത്വ ഒരാൾക്ക് ഇതുവരെ അതിനെതിരിൽ ഒരു തെളിവും പറയാൻ ഇതുവരെ ഒരാൾക്കും കഴിയായിരുന്നു. എന്തുകൊണ്ടാ? അല്ലാഹു തആല അത്രമാത്രം സൂക്ഷ്മതയിലുള്ള അള്ളാഹിന്റെ പൊരുത്തവും കാവലും നമ്മുടെ ഉലമാക്കൾക്ക് അല്ലാഹു തആല നമ്മുടെ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ പോലെ അറിവെല്ലാം ജ്ഞാനമല്ല. ഇവരൊക്കെ മനസ്സിലാക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി. സംസ്ഥാന എക്സിബിഷനിൽ വെച്ചല്ലേ ഭാരവാഹികൾക്ക് വിശേഷം വെച്ചു. സെക്രട്ടറിമാരുണ്ട്, പ്രസിഡന്റുമാരുണ്ട്. ഷെയ്ഖുനാക്കുമാരാണ് മാത്രമാണ് കേരളത്തിലെ അറിയപ്പെടുന്ന മുക്തി. അപ്പൊ അതാണ് ഷെയ്ഖുന. ആ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ഉലമാക്കള്. നിങ്ങൾക്ക് ആ ഹിദായത്ത് കിട്ടണം. അതിന് ചെറിയൊരു കാര്യം നിങ്ങൾ ചെയ്യണം കേട്ടോ. വെറുതെ വയല് കേട്ടത് കൊണ്ട് കാര്യമായില്ല. ഒരു ദിവസവും എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞിട്ട് ഇവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി നിങ്ങൾ ആദ്യം ചെയ്യണം. ശംസുൽ ഉലമ കുത്തുബി തങ്ങള് അല്ലേ, ഞാനൊക്കെ ചെയ്യണം. ആദ്യം ഉസ്താദിന്റെ പേര്, ചെറുകര ഉസ്താദിന് ഫാത്തിഹ ഓതും. ചെറുകര ഉസ്താദ് മൂപ്പരുടെ ഉസ്താദ് എന്ന നിലയ്ക്ക് ഷെയ്ഖുനായുടെ ഷെയ്ഖ് എന്ന നിലയ്ക്ക് ശംസുൽ ഉലമ കുത്തുബി. ഇവർക്കൊരു ഫാത്തിഹ നമ്മൾ പതിവാക്കിയാൽ അവരുടെ ഇർഷാദ് നമുക്ക് കിട്ടും. അതാണ് മുർഷിദ് എന്ന് പറഞ്ഞാല്. ആ നിലയിലൊരു ഇർഷാദ് നമുക്ക് വേണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും പറഞ്ഞ് ചെറിയ രൂപത്തിലാണ് പറഞ്ഞു തുടങ്ങിയെങ്കിലും നീണ്ടുപോയി. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. നാഫിയായ ഇൽമ കൊണ്ട് അല്ലാഹു തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാ. ഞാനത് പറഞ്ഞില്ലേ, ഈ ഇൽമ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞത് ആ മൗലവി പറയുന്നത് എങ്ങനെയാണ്? കിതാബ് നോക്കണത് ഇപ്പൊ മൗലവിമാര് കമ്പ്യൂട്ടറിലാണ്. എൻ്റെ കയ്യിലുണ്ട് ഈ സാധനം. 65,000 കിതാബ് എൻ്റെ ഇതിലുണ്ട്. എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട് 65,000 കിതാബ്. ആ ഓരോ കിതാബിനും പലതിനും 40ഉം 50ഉം ഒക്കെ വാള്യങ്ങളുണ്ട്. അത്ര വലിയ കിതാബുകൾ എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്. പക്ഷെ അത് ഇൻഫർമേഷനേ ആവുള്ളൂ. ജ്ഞാനം എന്ന് പറയുന്നതിലേക്ക് അത് വരൂല. ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൽമ എന്ന് പറയുന്നത് ജ്ഞാനമാകണമെങ്കിൽ അത് വായിലൂടെ പറഞ്ഞിട്ടും പ്രവൃത്തിയിലൂടെ കാണിച്ചിട്ടും പറഞ്ഞു കൊടുത്തിട്ടും ചോദിച്ചിട്ടും പറഞ്ഞിട്ടുമായിട്ട് അത് ജ്ഞാനമായി മാറണമെങ്കിൽ കുറച്ച് കാലം എടുക്കും. അതാണ് മൗലാന ഹുജ്ജത്തുൽ ഉലമ മൗലാന നജീബ് ഉസ്താദിന് ജ്ഞാനമാണ്, അറിവല്ല. ബാക്കിയുള്ള മൗലവിമാർക്ക് എന്താണ്? അറിവാണ്. ഇപ്പൊ അടുത്തൊരു വലിയ മൗലവി, പേരൊന്നും ഞാൻ പറയണില്ല, അയാൾ ഒരു പുസ്തകം എഴുതി പ്രകാശനം ചെയ്തതിന്റെ
ആ പ്രകാശനത്തിന് പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഞാൻ വീഡിയോയിൽ യൂട്യൂബിൽ കണ്ടു. അതെന്താ സംഭവം? അയാൾ ആ പുസ്തകം എഴുതിയിരിക്കണം അങ്ങനെ ആരോട് ചോദിച്ചിട്ടാ? എന്താ ചീട്ടിപ്പുട്ടിയോ? എന്താണ് ചീട്ടിപ്പ്? എന്താ പറയല്? ആ സാധനത്തിനോട് ചോദിച്ചിട്ടാണ്. അത് ഈ പുസ്തകം പരിചയപ്പെടുത്തണം തന്നെ പറയാ, ചാറ്റ് പീട്ടി. ചാറ്റ് പീട്ടിനോട് ചോദിച്ചിട്ടാണ്, അതിനോട് ചോദിച്ചിട്ടാണ് എന്ത് ചെയ്യണത്? കിതാബ് എഴുതുന്നത്, പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇപ്പൊ അത്രയല്ലേ അത് ഉണ്ടാവുള്ളൂ. ഇയാൾക്ക് ആ അറിവില്ല. എഴുതുന്ന ആൾക്ക് ആദ്യം അതിനെക്കുറിച്ച് ഉറച്ച ജ്ഞാനം വേണം. എന്നിട്ട് അയാളിൽ നിന്ന് എഴുത്തും അയാളിൽ നിന്ന് പ്രസംഗമൊക്കെ വരണം. അങ്ങനത്തെ ഒരു ആലിമ്, തുല്യതയില്ലാത്തൊരു ആലിം അള്ളാഹു തആല നമുക്ക് മാർഗദർശനം നൽകാൻ, ഈ സമുദായത്തെ നേരായ വഴിക്ക് നയിക്കാൻ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഈ കണ്ണില്ലായ്മ ബാധിച്ച സമൂഹത്തിൽ കണ്ണുള്ളവരായി നമ്മൾ മാറണം. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ജ്ഞാനദൃഷ്ടി കൊണ്ട് അത് ഉൾക്കൊള്ളാനും പിൻപറ്റാനും അള്ളാഹു തആല നമുക്ക് നമ്മുടെ സന്താനങ്ങൾക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദീനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു